ട്രിച്ചിയിൽ നിന്നും ഇപ്പോൾ നാം മലക്കോട്ടൈ ക്ഷേത്രം കാണാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാറിൽ ട്രിച്ചി ടൗണിൽ നിന്നും മലക്കോട്ടയിലേക്ക് നാം യാത്ര ചെയ്യുമ്പോൾ തമിഴ്നാടിനെ പറ്റിയും തമിഴ് ഭാഷയെപ്പറ്റിയുമാണ് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. തമിഴ് ഒരു ഉദാത്തമായ ഭാഷയും ദ്രാവിഡ ഭാഷകളിലെ ഒരു പ്രധാനപ്പെട്ട ഭാഷയും കൂടിയാണ്. ഇന്ത്യ, ശ്രീലങ്ക, മലേഷ്യ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ ആണ് ഈ ഭാഷ പ്രധാനമായും സംസാരിക്കുന്നത്. മറ്റ് പല രാജ്യങ്ങളിലും ഈ ഭാഷ സംസാരിക്കുന്ന ഒരു ന്യൂനപക്ഷമുണ്ട്. 1996 കണക്കനുസരിച്ച് ലോകത്താകെ 7.4 കോടി ആളുകൾ സംസാരിക്കുന്നു. ഈ ഭാഷയ്ക്ക് സംസാരിക്കുന്നവരുടെ എണ്ണത്തിൽ 18ാം സ്ഥാനമാണുള്ളത്. ഇന്ത്യ, ശ്രീലങ്ക, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ ഇതൊരു അംഗീകൃത ഭാഷയാണ്. ഏതാണ്ട് 2000 വർഷത്തെ ഇടമുറിയാത്ത സാഹിത്യ പാരമ്പര്യമുള്ള അപൂർവ പൗരാണിക ഭാഷയാണ് തമിഴ്. തമിഴ് പ്രദർശിപ്പിക്കുന്ന കുലീനതയും പഴയ തമിഴിന് ചെന്തമിഴ് കൊടുത്തിരിക്കുന്ന പ്രത്യേക പദവിയും മൂലം അതിലെ പദസമ്പത്തും ശൈലികളും സാഹിത്യവും ഒക്കെ ആധുനിക തമിഴ് സാഹിത്യത്തിൽ സമൃദ്ധമായി ഉപയോഗിക്കപ്പെടുന്നു. ഇന്ന് തമിഴ് മാധ്യമമായുള്ള വിദ്യാലയങ്ങളിൽ ചെന്തമിഴ് പഠനത്തിൻ്റെ ഒരു ഭാഗമാണ്. തിരുക്കുറളിൽ നിന്നും ഒക്കെയുള്ള പദ്യശകലങ്ങൾ ഇതിനായി ഉപയോഗിക്കുന്നു. പക്ഷേ ആധുനിക തമിഴ് ചെന്തമിഴിൽ നിന്ന് വളരെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. അതിനാൽ തന്നെ ആധുനിക തമിഴ് മാത്രം പഠിക്കുന്ന ഒരാൾക്ക് ചെന്തമിഴ് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. തെലുങ്ക്, കന്നഡ, മലയാളം എന്നീ ഭാഷകൾ സംസ്കൃതത്തെ ഉപയോഗിക്കാൻ വയ്യാത്ത തരത്തിൽ സുലഭമായി തന്നെ സംസ്കൃതത്തിൽ നിന്ന് കടം വാങ്ങിയതിനാൽ തനിയെ നിൽക്കാൻ കഴിയാതായിരിക്കുന്നു. എന്നാൽ പൂർണ്ണ വികാസം പ്രാപിച്ച ദ്രാവിഡ ഭാഷയായ തമിഴിന് സംസ്കൃതത്തെ നിശേഷം മാറ്റി നിർത്താമെന്ന് മാത്രമല്ല, ആവശ്യമെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാനും സംസ്കൃത സഹായമില്ലാതെ തഴച്ചു വളരാനും കഴിയും. തമിഴ് എന്ന പദത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി എം. ശ്രീനിവാസ അയ്യങ്കർ നൽകിയിട്ടുള്ള വ്യാഖ്യാനം ഇപ്രകാരമാണ്. ഈഴ് എന്നാൽ മധുരം എന്ന പദത്തിൻ്റെ മുമ്പിൽ തം എന്ന സർവനാമം ചേർത്തിട്ടാണ് തമിഴ് മധുരമായത്. മധുരമായ ഭാഷ ഏതോ അത് എന്ന പദം ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ നിന്ന് വ്യത്യസ്തമായി തമിഴ് സംസ്കൃതത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും മുക്തമാണ്. ദ്രാവിഡ ഭാഷകളിൽ ഏറ്റവും പ്രാചീനമായ സാഹിത്യം ഉള്ളതും തമിഴിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും കാലം കൃത്യമായി നിർണയിക്കുക പ്രയാസകരമാണ്. ഇന്ത്യയിലെയും ശ്രീലങ്കയിലെയും പ്രാചീന തമിഴ് സാഹിത്യം എഴുത്തോലകൾ വഴിയും വായ്മൊഴിയായിട്ടുമാണ് ലഭിച്ചത് എന്നതിനാൽ കാലനിർണയം അതികഠിനമാണ്. ക്രിസ്തുവിന് ശേഷം 2ാം നൂറ്റാണ്ടിൽ ആണ് ഏറ്റവും പ്രാചീനമായ തമിഴ് സാഹിത്യം ഉണ്ടായത് എന്ന് പുറത്തുനിന്നുള്ള കാലനിർണയ രേഖകളും ഭാഷാശാസ്ത്രപരമായ തെളിവുകളും സൂചിപ്പിക്കുന്നു. ഇന്ന് ലഭ്യമായ ഏറ്റവും പ്രാചീനമായ തമിഴ് സാഹിത്യം ക്രിസ്തുവിന് മുമ്പ് ഏതാണ്ട് 200 BCയിൽ രചിച്ചു എന്ന് കരുതുന്ന പദ്യത്തെയും വ്യാകരണത്തെയും കുറിച്ച് ചെന്തമിഴിൽ രചിക്കപ്പെട്ടിരിക്കുന്ന ഒരു കൃതിയായ തോൽക്കാപ്പിയം ആണ്. ഇതിന് പുറമെ നമുക്ക് ഇന്ന് ലഭ്യമായ ഏറ്റവും പുരാതനമായ ഉദാഹരണങ്ങൾ ക്രിസ്തുവിന് മുമ്പ് 3ാം നൂറ്റാണ്ടിൽ പാറകളിൽ ഒക്കെ ചെയ്തു വച്ചിരിക്കുന്ന കൊത്തുപണികൾ മാത്രമാണ്. ഇത് ബ്രാഹ്മി ലിപിയിൽ നിന്ന് ആണ് ചെയ്തിരിക്കുന്നത്. ഭാഷാശാസ്ത്രജ്ഞർ തമിഴ് സാഹിത്യത്തെയും ഭാഷയെയും 3 കാലഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. പ്രാചീനം 500 BC മുതൽ 700 AD വരെ, മധ്യകാലഘട്ടം 700 AD മുതൽ 1500 AD വരെ, ആധുനികം 1500 AD മുതൽ ഇന്നേ വരെ നീളുന്ന കാലം. മധ്യകാലഘട്ടത്തിൽ വളരെയധികം സംസ്കൃത വാക്കുകൾ തമിഴ് അതിൻ്റെ പദസമ്പത്തിലേക്ക് കടം കൊണ്ടു. പക്ഷേ 20ാം നൂറ്റാണ്ടിൽ പരിധിമാർ, കലൈന്ദർ, മരൈമലൈ അടികൾ തുടങ്ങിയ ശുദ്ധ തമിഴ്
പ്രസ്ഥാനക്കാർ ഇത്തരം കടം കൊണ്ട വാക്കുകൾ ഭാഷയിൽ നിന്നും നീക്കണം എന്ന അഭിപ്രായക്കാരായിരുന്നു. ഈ ശുദ്ധ തമിഴ് പ്രസ്ഥാനത്തെ തനിന്ത് തമിഴ് ഇയക്കം എന്നാണ് തമിഴിൽ വിളിക്കുന്നത്. ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം മൂലം ആധികാരിക പ്രമാണങ്ങളിലും ശാസ്ത്ര പ്രബന്ധങ്ങളിലും പൊതുപ്രസംഗങ്ങളിലും ഒക്കെ ഉപയോഗിക്കുന്ന തമിഴിൽ സംസ്കൃതത്തിൽ നിന്നും കടം കൊണ്ട വാക്കുകൾ വളരെ കുറവായി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ തമിഴിനെപ്പറ്റിയും തമിഴ്നാടിനെപ്പറ്റിയും ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാറ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. തിരുച്ചിറപ്പള്ളി പാറക്കോട്ട പ്രാദേശികമായി മലൈക്കോട്ടൈ എന്നാണ് അറിയപ്പെടുന്നത്. പുരാതന പാറയിൽ നിർമ്മിച്ച ചരിത്രപരമായ കോട്ടയും ക്ഷേത്ര സമുച്ചയവുമാണിത്. ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ കാവേരി നദിയുടെ തീരത്ത് തിരുച്ചിറപ്പള്ളി നഗരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 83 മീറ്റർ ഉയരമുള്ള പാറയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അകത്ത് 2 ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട്. ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രം, റോക്ക്ഫോർട്ട് തായുമനസ്വാമി ക്ഷേത്രം എന്നിവയാണ് അവ. പല്ലവ കാലഘട്ടത്തിലെ പ്രശസ്തമായ ഗണേശ ക്ഷേത്രവും മധുര നായ്ക്ക് കാലത്തെ കോട്ടയും മറ്റ് പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. മധുരൈ നായ്ക്കരും ബിജാപൂരിലെ ആദിൽ ഷാഹി രാജവംശവും കർണാടക മേഖലയിലെ മറാത്ത സാമ്രാജ്യ സേനയും തമ്മിലുള്ള ഘോരമായ യുദ്ധങ്ങൾക്ക് ഈ കോട്ട സമുച്ചയം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കർണാടക യുദ്ധസമയത്ത് ഈ കോട്ട ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അടിത്തറ പാകാൻ സഹായിച്ചു. റോക്ക്ഫോർട്ട് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണിത്. ആദ്യം വിജയനഗര സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാരും പിന്നീട് കർണാടക യുദ്ധകാലത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യവും ഇവിടെ നിർമ്മിച്ച പതിവ് സൈനിക കോട്ടകളിൽ നിന്നാണ് റോക്ക്ഫോർട്ട് എന്ന പേര് വന്നിരിക്കുന്നത്. മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ്റെ കീഴിൽ പല്ലവർ നിർമ്മിച്ച ഒരു ഗുഹാക്ഷേത്രമാണ് കോട്ടയിലെ ഏറ്റവും പഴയ ഘടന. ചോളരുടെ കാലത്ത് അടുത്തുള്ള പട്ടണമായ ഒരയൂർ അവരുടെ തലസ്ഥാനമായിരുന്നു. എന്നിട്ടും പല്ലവർ ഈ തന്ത്രപ്രധാനമായ നഗരത്തിൻ്റെ നിയന്ത്രണം നിലനിർത്തിയില്ല. അത് പാണ്ഡവർക്ക് നഷ്ടപ്പെട്ടു. 10-ാം നൂറ്റാണ്ടിൽ ചോളർ സ്വയം അത് ഉറപ്പിച്ചു. സാമ്രാജ്യത്തിൻ്റെ പതനം വരെ ട്രിച്ചി അവരുടെ കൈവശം തുടർന്നു. അതിനുശേഷം അത് വിജയനഗര ശക്തി കേന്ദ്രമായി മാറി. 14-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ മാലിക് കഫൂർ ദക്ഷിണേന്ത്യയിൽ നടത്തിയ റെയ്ഡിന് ശേഷം ഈ പ്രദേശം ഡൽഹി സുൽത്താനേറ്റിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. അവരെ പുറത്താക്കുകയും ഈ പ്രദേശം വിജയനഗരത്തിൻ്റെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. പിന്നീട് 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഈ പ്രദേശം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ മുൻ ഗവർണർമാരായ മധുരൈ നായ്ക്കളുടെ നിയന്ത്രണത്തിലായി. എന്നിരുന്നാലും മധുരയിലെ തിരുച്ചിറപ്പള്ളി അതിൻ്റേതായ രീതിയിൽ അഭിവൃദ്ധി പ്രാപിച്ച് ഇന്നത്തെ നഗരമായി വളർന്നത്. മധുരൈ നായ്ക്കർ റോക്ക്ഫോർട്ട് ടെമ്പിൾ തടാകവും പ്രധാന മതിലുകളും അടിത്തറയായി നിർമ്മിച്ചു. നഗരത്തെ ഒരു വ്യാപാര നഗരമായും പിന്നീട് അവരുടെ തലസ്ഥാനമായും സ്ഥാപിച്ചു. നായ്ക്കർക്ക് ശേഷം കൊട്ടാരം അധിനിവേശക്കാരനായ ചന്ദാ സാഹിബ് കൈവശപ്പെടുത്തി. അദ്ദേഹം ഫ്രാൻസ് രാജ്യവുമായുള്ള സഖ്യവുമായി ചേർന്ന് ഈ നാട് ഭരിച്ചു. കർണാടക യുദ്ധത്തിന് ശേഷം കോട്ട പിടിച്ചെടുത്ത ബ്രിട്ടീഷുകാരോട് ഫ്രഞ്ചുകാർ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ഈ കമാൻഡ് നഷ്ടപ്പെട്ടു. ഇത് ബ്രിട്ടീഷുകാർക്ക് തമിഴ്നാട്ടിലും പിന്നീട് ദക്ഷിണേന്ത്യയിലും കാലുറപ്പിക്കാൻ സാധിച്ചു. ആധുനിക കാലത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ചെന്നൈ സർക്കിളാണ് കോട്ടയും പരിസരങ്ങളും പരിപാലിച്ച് അതിൻ്റെ ഭരണം നടത്തുന്നത്. തമിഴ്നാട്ടിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ റോക്ക്ഫോർട്ട്. അങ്ങനെ നാം റോക്ക്ഫോർട്ടിൻ്റെയും തമിഴ്നാടിൻ്റെയും ചരിത്രം ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ കാർ മുന്നോട്ട് പാഞ്ഞുകൊണ്ടിരുന്നു. ക്രമേണ നാം
റോക്ക് പോർട്ടിനോട് അടുത്തെത്തിക്കഴിഞ്ഞു.